വന്നിട്ട് 2-3 ദിവസമായി. പറഞ്ഞിട്ടെന്ത് കാര്യം? ഒരു ദിവസം വീട്ടിലടങ്ങിയിരിക്കണ്ടേ. ഇന്നലെ ഏതോ കൂട്ടുകാരൻ്റെ വീട്ടിൽ പോയി. ആരൊക്കെയോ എന്തൊക്കെയോ സാധനം കൊടുത്തിട്ടുണ്ടെന്ന് പറഞ്ഞു. അതൊക്കെ കൊണ്ടു കൊടുക്കാൻ. ഇന്നും പോകണമെന്ന് പറഞ്ഞ് ബാത്റൂമിലിൻ്റെ കയറിയിരിക്കുന്നു. 1 മണിക്കൂറായി ബാത്റൂമിൽ കയറിയിട്ട്. ഇത്ര സമയമായിട്ടും എന്താ എടുക്കാന്ന് എനിക്കറിയത്തില്ല ബാത്റൂമിൽ. മണിക്കൂറായി ഇതിൻ്റെ അകത്ത് ഇരിക്കാൻ തുടങ്ങിയിട്ട്. അതെ, ഒന്ന് ഇറങ്ങുന്നുണ്ടോ? 1 മണിക്കൂറായി അതിൻ്റെ അകത്ത് ഇരിക്കാൻ തുടങ്ങിയിട്ട്. നിങ്ങളല്ലേ എവിടെയോ പോണെന്ന് പറഞ്ഞത്? വേണ്ട, അതിനകത്ത് അവിടെ കിടന്നോ. ഞാനൊരു പായും തലേണയും കൂടിയും തരാം. 3-4 കൊല്ലം കഴിഞ്ഞ് ലീവിന് വന്നത് അതിൻ്റെ അകത്ത് കുത്തിയിരിക്കാനാണെന്ന് തോന്നുന്നു. അതിനകത്ത് എന്തിരിക്കണോ ആവോ. പൈസ കൊടുത്ത് വീടും വെച്ച് വെള്ളം പോണില്ല. എന്നിട്ട് അവൻ്റെ പേര്. ഹലോ, സജീവല്ലേ? ഞാൻ രമേശനാണ്. ഗൾഫിലുള്ള സജീവ. ബാത്റൂമിൽ വെള്ളം അടഞ്ഞിട്ട് വല്ലാത്ത പ്രശ്നമാണ്. അതൊക്കെ നോക്കിയതാണ്. ചെറിയ ചെറിയ പ്രശ്നങ്ങളൊക്കെ ഞാൻ നോക്കി. ഇതേതൊരു മേജർ പ്രോബ്ലമാണ്. സജീവ് ഒന്ന് വന്ന് നോക്ക്. സജീവ്, അവൾ എത്ര വട്ടം നിന്നെ വിളിച്ച്. അരമണിക്കൂറിന് പുള്ളി പറയുകയാണെങ്കിൽ സജീവ് ഞാനവിടെ ഉണ്ടാവും. വരുമോ? പെട്ടെന്ന് വരികയാണെങ്കിലേ ആ സാധനങ്ങളൊക്കെ മേടിപ്പിക്കായിരുന്നു നമുക്ക്. പെട്ടെന്ന് വാ. നമ്മളെടുത്ത കളി. ഇതൊന്നും മര്യാദയ്ക്ക് അയച്ചിട്ടാലെന്താ? ഒന്നിനും സമയമില്ല. ആ ബാത്റൂമിൽ നിന്നൊക്കെ ആളെ വിളിച്ചിട്ടുണ്ട് കേട്ടോ. നീ എന്തെങ്കിലും നാഗവള്ളിയുടെ പോലെ നോക്കുന്നു? മനുഷ്യ, ഇന്നലെ ഞാൻ മേടിച്ചതാ. കളഞ്ഞു പോയെന്ന് വിചാരിച്ചതാ. രാത്രി മുഴുവൻ ഞാൻ തപ്പി. നിങ്ങൾ ഇന്നലെ എവിടെ പോയ മനുഷ്യ? എവിടെ പോയി? വിഷ്ണുവിന്റെ വീട്ടിൽ പോയി സാധനം കൊടുത്ത് തിരിച്ചു പോന്നു. അത്ര തന്നെ. നിങ്ങൾ ഇതിനാണല്ലേ മനുഷ്യ ഗൾഫിൽ നിന്ന് വന്നത്? അവിടെ ഇതൊക്കെ തന്നെയായിരിക്കും പണി. നിങ്ങൾ എന്നെ ചതിക്കായിരുന്നു അല്ലേ? എടി, നീ പറഞ്ഞു എവിടേക്ക് കയറി പോണ്? ഇത് നമുക്ക് വേണ്ടി മേടിച്ചതാണ്. അതിന് നമ്മളിത് ഉപയോഗിക്കാറില്ലല്ലോ. ഉപയോഗിക്കാറൊന്നുമില്ല. പക്ഷെ രാത്രി പുറത്ത് മേടിച്ചതാ. വിശ്വസിച്ച് അധികം കൊഞ്ചാന്ന് വേണ്ട. എവിടെ പോണെന്ന് പറഞ്ഞില്ലേ? പോവാൻ നോക്കൂ, ലേറ്റ് ആയി. ഒരുപാട് സമയമുണ്ട്. നീ വായോ, സഹിക്കാൻ പറ്റുന്നില്ല. നിങ്ങൾക്ക് ഒരുപാട് സമയം ഉണ്ടാവും. പക്ഷേ എനിക്ക് അടുക്കളയിൽ ഒരുപാട് പണിയുണ്ട്. സഹകരിക്കാൻ എനിക്കിപ്പോ മനസ്സില്ല. പോന്നോ കൊഞ്ചിയ? ഓരോരോ ആശയങ്ങൾ കടന്നു വരും. പോയി നോക്ക്. സജീവ, നീ വന്നാ? രമേശണ്ണോ, എത്ര നാളാണോ കണ്ടിട്ട്? കുറെ കാലമായില്ലേ നിങ്ങള് പോയിട്ട്? 4 വർഷത്തോളായി. സുഖം പോണ്ട. പിന്നെ എങ്ങനെ സാധനം വല്ല കൊണ്ടുവന്നു? വന്നപടാ തന്നെ ചോദിച്ചു. ആദ്യം നീ ആ ബാത്റൂം ശരിയാക്ക്. ഏത് ബാത്റൂം? ആ ഹോളിരിക്കുന്ന ബാത്റൂം. അങ്ങനെ പറയാൻ വഴിയില്ലല്ലോ. കുറച്ച് നാളല്ലേ ആയുള്ളൂ. ചിലപ്പോൾ ഈ മുടിയും ചവരിയൊക്കെ കയറി ഇരുന്നിട്ട് അങ്ങനെ അളയാൻ സാധ്യതയുണ്ട്. ഞാൻ ഒരു കാര്യം ചെയ്യാം. ഞാൻ അവിടെ പോയി മീനുകളൊക്കെ ഒന്ന് തുറന്ന് നോക്കാം. ചിലപ്പോൾ കുറച്ചു നേരം വിളിക്കേണ്ടി വരും. സ്ലാബിളൊക്കെ നോക്കേണ്ടി വരും. എങ്ങനെ നീ വിളിച്ചോ? പൈസ ഒക്കെ ഞാൻ കൊടുക്കാം. പൈസ മാത്രം പോരല്ലോ അണ്ണാ, സാധനം എടുത്തു കൊടുത്താൽ എന്നൊരു ഇങ്ങ് പോരും. നീ എടുത്തു കൊടുത്തോ? ഫോറിൻ സാധനം വരണമെങ്കിൽ അമ്മ ഓടി വരും. അതൊക്കെ കൊടുക്കാ. നീ ഇപ്പൊ ഇത് ചെയ്യ പോയിട്ട് പിന്നെ അണ്ണ ധൈര്യമായിട്ട് പോയിട്ടാണ്. ഇവിടെ ബാത്റൂമിൽ മാത്രമല്ല 4 പാട് കൂടെ വെള്ളം പോകും. അണ്ണ ധൈര്യമായിട്ട് പോകണ്ട. അണ്ണാ സാധനം എടുക്കാൻ പറയല്ലേ. എവിടെ
ആ ഞാൻ പോയിട്ട് വരാം കേട്ടോ. ഇന്നും പാതിരാത്രി ആയിരിക്കുമല്ലേ കയറി വരുന്നേ? അല്ലടേ ഇന്ന് ഉച്ചക്ക് വരും. ഓ ഒരുപാട് ഉച്ചയും എന്നൊക്കെ ഞാൻ കേട്ടിട്ടുള്ള. ഇന്ന് ഉച്ചക്ക് എന്തായാലും നീ ആഹാരം എടുത്ത് വെക്കും. ശരി ശരി. നേരത്തെ വന്നിട്ട് എന്തുണ്ടാക്കാനാണ്? വല്ലതും പറഞ്ഞിരുന്നോ? ഒന്നുമില്ലേ, നീ ആ പമ്പറ നോക്കിയാൽ മതി. അല്ല പിന്നെ നേരത്തെ വന്നിട്ട് കാര്യം സംഭവിക്കില്ല, ഒന്നുമില്ല. പഠിക്കാൻ പോയ സമയത്ത് വല്ല പാർട്ടിക്കും കൊടി പിടിക്കാൻ പോയെങ്കിൽ മതിയായിരുന്നു. കഴിഞ്ഞ ഏട്ടാ? ഓ കഴിഞ്ഞായിരുന്നു. എല്ലാം തുറന്നിട്ടുണ്ട്. ഇപ്പൊ എല്ലായിടത്തും കൂടെ വെള്ളം പോകും. എന്തായാലും കുഴപ്പം? പ്രോബ്ലം അത് ഞാൻ എൻ്റെ അടുത്ത് പറഞ്ഞോളാം. ഇപ്പൊ കാശിന്റെ കാര്യം? കാശൊക്കെ ഞാൻ എൻ്റെ വാങ്ങിച്ചോളാം. ശരിയെന്നാ അപ്പൊ കേട്ടാ, സാധനം കിട്ടും. ആഹാ, ഇന്ന് നേരത്തെ വന്നോ? മഴ പെയ്യല്ലോ. ഞാൻ പറഞ്ഞല്ലോ നേരത്തെ എത്തുന്നു. എടി എന്നില്ലാത്തൊരു വിഷമം ഭക്ഷണം എടുത്തത്. ശരി. ആഹാ അന്തസ്. അവിടെ കുബൂസുണ്ട്. എൻ്റെ പൊന്നോ മടുത്ത്. പിന്നെ 3 നേരം വെട്ടി വിടുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങളെ കൂടെ സുഖമായിരിക്കുന്നുണ്ടല്ലോ, അത് വിചാരിച്ചിട്ടാ. ചേട്ടാ, ആ പ്ലംബർ പണി കഴിഞ്ഞ് പോയവരെ വിളിച്ചിരുന്നോ? അവൻ വിളിച്ചിരുന്നു. എന്തായിരുന്നു ബ്ലോക്ക്? ഏയ് അതൊന്നുമില്ല, നമ്മളെ മെയിൻ ക്ലോസറ്റ് എന്ന് പറഞ്ഞ പൈപ്പില്ലേ, അതിലെന്തോ കയറി അടഞ്ഞ്. എന്ത്? അത് നീ രാവിലെ എൻ്റെ പോക്കറ്റ് തപ്പിപ്പോൾ കിട്ടിയൊരു സാധനമല്ലേ? എന്തായിരുന്നു? കോണ്ടം. അതിൽ കുറേ നിറഞ്ഞിരിക്കുകയെന്നാ പറഞ്ഞു. കണ്ടവനുണ്ട്. അവൻ ഇനി നാട്ടുകാരോടൊക്കെ പറഞ്ഞു നടക്കും. പ്രവാസിയുടെ ഭാര്യയല്ലേ, അതൊക്കെ എന്തും കഥ ഉണ്ടാക്കാമല്ലോ. പക്ഷേ എനിക്ക് നിന്നെ വിശ്വാസമാണ്, നല്ല വിശ്വാസമാണ്. ഈ കടലിൽ പോണ അരയനില്ലേ, അവന് കരയിലിരിക്കുന്ന ഭാര്യയെ ഭയങ്കര വിശ്വാസമാണ്. അതുപോലെയാണ് ഓരോ പ്രവാസിക്കും നാട്ടിലുള്ള ഭാര്യയെ അവർക്ക് ഒരുപാട് വിശ്വാസമാണ്. എനിക്കും നിന്റെ ഒരുപാട് വിശ്വാസം. ചേട്ടാ, എനിക്ക് എൻ്റെ ഭാര്യയെ വിശ്വാസം.